പരിശുദ്ധി പൂത്ത KMCC സെൻട്രൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിരവധി വോട്ടർമാരെ നാട്ടിലെത്തിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ചാർട്ട് ചെയ്ത വോട്ട് വിമാനത്തിൽ വന്ന വോട്ടർമാരാണ് ഈ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ജിദ്ദ KMCCയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായ ഇസാഖ് ബോണ്ടോളിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകന്മാർ ഇവിടെ സ്വീകരിക്കാൻ എത്തിയിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ കർമ്മരംഗത്ത് തെരഞ്ഞെടുപ്പിന്റെ പടക്കളത്തിൽ പ്രവാസികളുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ KMCCയുടെ 100 കണക്കിന് വരുന്ന പ്രവർത്തകന്മാർ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ജിദ്ദ KMCCയുടെ രണ്ടാമത്തെ വോട്ട് വിമാനമാണ് ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിരവധി ആളുകൾ വരും ദിവസങ്ങളിൽ വോട്ട് ചെയ്യാനായി വേണ്ടി മാത്രം നാട്ടിലെത്തിയുള്ളവരെ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുന്നതിന് വേണ്ടിയും നാട്ടുകാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയും ജിദ്ദ KMCCയുടെ നേതാക്കളും പ്രവർത്തകരുമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് പ്രവാസികളുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വിവിധങ്ങളായ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട നേതാക്കൾ വളരെ കുറഞ്ഞ ലീവിൽ ജിദ്ദയിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വോട്ട് വിമാനത്തിന് നേതൃത്വം നൽകുന്നത് ജിദ്ദ KMCCയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ സെക്രട്ടറി നാസർ മച്ചിങ്ങല്, അതുപോലെ ജിദ്ദ KMCCയുടെ സെക്രട്ടറി ഷൌക്കത്ത് ഞാറക്കോടൻ, അതുപോലെ മൊറയൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റും നാട്ടിലെ ജിദ്ദയിലെ KMCCയുടെ ലീഡർഷിപ്പിൽ ഇപ്പോഴും തുടരുന്ന പ്രിയങ്കരനായ ജലീൽ ഒയ്കൂര്, പെരുമ്പിലായി മുഹമ്മദ് തുടങ്ങി നിരവധി KMCCയുടെ ഭാരവാഹികൾ, നേതാക്കൾ, പ്രവർത്തകന്മാരൊക്കെ ഇന്ന് ഈ വിമാനത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. 21-ാം തീയതി വോട്ട് ചെയ്യാനെത്തിയ KMCC പ്രവർത്തകന്മാരുടെ ഒരു പ്രവാസി റാലി മലപ്പുറത്ത് ജിദ്ദ KMCC സംഘടിപ്പിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ UDFന്റെ പാർലമെന്റ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റോഡ് ഷോ അടക്കമുള്ള നിരവധി പ്രവർത്തനങ്ങളുമായി കർമ്മഭൂമിയിൽ KMCC ഉണ്ടാവും. മതേതരത്വത്തെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സംരക്ഷിക്കാൻ, മതേതരത്വത്തെ വീണ്ടെടുക്കാൻ, ജനാധിപത്യ പ്രക്രിയയെ നിലനിർത്താൻ വേണ്ടി വോട്ട് ചെയ്യുക എന്ന സന്ദേശവുമായാണ് ഞങ്ങൾ വരും ദിവസങ്ങളിൽ പ്രവാസികൾക്ക് വേണ്ടി, പ്രവാസി കുടുംബങ്ങളെ പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക.